ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി യഥാർത്ഥ പങ്കാളിയാണോ എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് സ്പ്രെഡ്സ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഡെവിൾ കാർഡാണ്. ഡെവിൾ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ശക്തമായ ശാരീരിക ആകർഷണം അല്ലെങ്കിൽ ഒരു ആസക്തി, അതല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ബന്ധം ഒരു വികാര നിർഭരമൊക്കെ ആയിരിക്കാം, പക്ഷേ ഇതൊരു ഹെൽത്തി റിലേഷൻ എപ്പോഴും ആയിരിക്കണമെന്നില്ല എന്നാണ് ഡെവിൾ കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ, ഈ വ്യക്തി സ്ഥിരതയുള്ളവനാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്നും നിങ്ങൾക്ക് സുരക്ഷിതമൊക്കെ നൽകാൻ കഴിവുള്ളവനാണെന്നും നിങ്ങളെ തോന്നിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പുള്ളി നിങ്ങളുടെ ഭൗതിക വിജയത്തിനോ നിയന്ത്രണത്തിനോ മുൻഗണന നൽകാനായിട്ട് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്നതായിട്ട് ഒരു അഭിനയമാണ് ഇവിടെ കാഴ്ചവെക്കുന്നതെന്നാണ് കാണുന്നത്. മൂന്നാമത് നമുക്ക് കിട്ടിയിരിക്കുന്ന മജീഷ്യൻ കാർഡാണ്. മജീഷ്യൻ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടതെന്നും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രകടിപ്പിക്കാനും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതായത് ആ വ്യക്തിക്ക് എന്താണോ നിങ്ങളിൽ നിന്ന് വേണ്ടത് അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. അതായത് പുറമേ കാണിക്കുന്ന സത്യമായിരിക്കണമെന്നില്ല. സോ നിങ്ങൾ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് പിന്നെ കിട്ടിയേക്കുന്ന ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതായത് ഈ ബന്ധത്തെക്കുറിച്ചും വ്യക്തിയെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്നാണ് ഹെർമിറ്റ് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് മൂൺ കാർഡാണ് കിട്ടുന്നത്. മൂൺ കാർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു രഹസ്യ സ്വഭാവത്തെ കാണിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ വ്യക്തി എപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങളെ കാണിക്കുന്നതല്ല സത്യമെന്നുമാണ് ഈ മൂൺ കാർഡ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അതായത് പുള്ളി പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണമെന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ സത്യത്തെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു പൂർത്തീകരണത്തെയോ അല്ലെങ്കിൽ ഒരു കർമ്മം അവസാനിപ്പിക്കുന്നതോ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ വിധിയായിരിക്കാം നിങ്ങളിങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു ആജീവനാന്തം ബന്ധത്തിന് ഒരു ഇതായിട്ട് കാണുന്നില്ല. പകരം ഈ ബന്ധത്തിൽ നിന്ന് എന്തൊക്കെയോ പാഠങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ടെന്നും അതിനൊരു കർമ്മയായിരിക്കാം നിങ്ങളെ സൂചിപ്പിക്കുന്നത്. അതായത് ചുരുക്കം ഇത്രയേ ഉള്ളൂ, ആ വ്യക്തി ഒരു യഥാർത്ഥ പങ്കാളിയാകാം, പക്ഷേ ഈ ബന്ധം ആഴത്തിലുള്ള സങ്കീർണതകൾ നിറഞ്ഞ വൈകാരിക കർമ്മ പാഠങ്ങളാണ്. സത്യസന്ധമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാവുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്